രാഹുൽ ഗാന്ധി ഇപ്പോൾ കർണാടകത്തിലെ ഈ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ ഈ മഹാദേവപുരയിൽ നിന്ന് ഒരു കണക്കെടുത്ത് ജനങ്ങൾക്ക് മുമ്പിലാകെ അവതരിപ്പിക്കുമ്പോൾ നോക്കൂ, വലിയ ഒരു തട്ടിപ്പിൻ്റെ ഒരു തെളിവുകൾ എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. അതിൻ്റെ അതേ തനിയാവർത്തനമാണ് തൃശ്ശൂരിൽ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേരെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണമെങ്കിൽ അവിടെ നിയമപ്രകാരം 6 മാസമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ഒരാൾ താമസിച്ചിരിക്കണം എന്നൊക്കെയാണ് നിയമം പറയുന്നതെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പേര് ചേർത്തത്. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നു. കുടുംബാംഗങ്ങളുടെ സഹോദരൻ്റെ ഡ്രൈവറുടെ വരെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സംശയങ്ങൾ ജനങ്ങൾ ഉയർത്തുമ്പോൾ അതിൽ മറുപടി പറയേണ്ട ബാധ്യത സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന് നിങ്ങൾ ആരാ എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ചെയ്ത സേവനത്തിന് നന്ദി എന്ന് മാധ്യമങ്ങളെ പരിഹസിക്കുകയല്ല വേണ്ടത്. ഇത് ജനങ്ങൾക്ക് സംശയമുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടാണോ വിജയിച്ചത് എന്ന് ഒരു സംശയം ഉയരുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞു പോകേണ്ട ഒരു ബാധ്യത സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സുതാര്യമായ ഒരു സാഹചര്യമാകണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ ഏറ്റവും വലിയ റോൾ വഹിക്കാനുള്ളത്. അപ്പോൾ